ഓക്കെ. നമ്മൾ SP10 എന്നുള്ള മെറീഡിയൻ നോക്കി മറ്റേ പോയിന്റ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾറെഡി സ്പ്ലീനിന്റെ നമ്മൾ എന്താ പറയാ ഫങ്ഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് മുഴുവൻ നമ്മൾ തന്നെ ഇരുന്ന് നോക്കിയതാ. അപ്പൊ ലൊക്കേഷൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാനിങ്ങനെ പറഞ്ഞു പോവാം. മൊത്തം എത്ര പേരുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മുർഷിദ, യൂനിസ്, ചേർന്നുള്ളല്ലോ എല്ലാവരും. ഓക്കെ, നാല് പേര്, രണ്ടെണ്ണം എൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് SP11 എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ടില് നമ്മൾ SP10 മെഷർ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്താ, കാൽമുട്ടിൽ ഒരു ചിരട്ടയുണ്ട്, അതിന് പട്ടല എന്ന് പറയും. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, വീതിയുള്ള ഭാഗത്ത് നിന്നും 2 ചൂൺ മുകളിലാണ് SP10 എന്ന് പറഞ്ഞു. ഈ SP11 എന്ന് പറയുന്ന പോയിന്റ് മറ്റേ നമ്മുടെ ഈ പട്ടേലാണ്. SP10 വേണ്ടിയിട്ട് 2 ചൂൺ മെഷർ ചെയ്ത അതേ ലൊക്കേഷനിൽ നിന്നും 8 ചൂൺ മുകളില്, അല്ലെങ്കിൽ SP10 6 ചൂൺ മുകളില് സെയിം ലൈനിലേക്ക് തന്നെയാണ്. അവിടുത്തെ നമ്മൾ നേരെ തുടറ ഇടക്കിലേക്ക് വരുന്ന ആ ഒരു പാത്തിലേക്ക് SP12 ആണ് നമ്മുടെ തുടയുടെ ഇടുക്കിൽ വരുന്ന പോയിന്റ്. സോ ഇതിന്റെ ഇടയിൽ നമ്മുടെ പട്ടലയിൽ നിന്ന് 8 ചൂൺ മുകളിലായിട്ട് വരുന്ന പോയിന്റ് ആണ് SP11 എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും മറ്റേ നമ്മുടെ ജെനിറ്റിയൽ ഓർഗനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പെയിനും അതേമാതിരി തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനാണ്. പ്രധാനമായിട്ട് ജനനേന്ദ്രിയങ്ങളുടെ ഏരിയയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് പെയിൻഫുൾ ആണെങ്കിലും ശരി, അറിയാതെ മൂത്രം പോവുകയാണെങ്കിലൊക്കെ തന്നെ നമുക്ക് മറ്റേ ഈ പോയിന്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് മോർ പെയിൻഫുൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് നീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഇത് മൈൻഡിൽ വേണം. നമ്മൾ ഓരോ പോയിന്റും നീഡിൽ ചെയ്യുന്നതിന് മുമ്പ് ആ പോയിന്റ് പ്രസ് ചെയ്ത് നോക്കുന്നത് നിർത്തരുത്. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ കാലിൽ വന്നിട്ട് നിങ്ങൾക്ക് മറ്റേന്താ പറയുക പമ്പിങ് പ്രഷർ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് എത്ര പേര് ചെയ്തെന്ന് അറിയില്ല. തലയിലത്തെ മസാജ് ചെയ്തിട്ട് ആർക്കോ ഷോൾഡർ പെയിൻ മാറിയെന്ന് അസ്ന മേമാണ് തോന്നുന്നു പറഞ്ഞത്. ഓക്കെ, നല്ല വ്യത്യാസം ഉണ്ടാകും. സോ നിങ്ങൾ ഈ പോയിന്റിലൊക്കെ പ്രഷർ ചെയ്യുന്നത് ഒരുപാട് ഓർഗനെ, അതായത് നമ്മുടെ ആ കാലിന്റെ ആ മറ്റേ മീഡിയൽ സൈഡിൽ അല്ലെങ്കിൽ ഇന്നർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തൈയിന്റെ ഭാഗത്തുകൂടെ നമ്മുടെ ലിവറും കിഡ്നിയും അതേമാതിരി തന്നെ സ്പ്ലീനും പോകുന്നത് കൊണ്ട് ഈ മെറീഡിയൻ ഇതൊക്കെ ഇച്ചിരി ലോങ് മെറീഡിയൻസും ആണ് താനും. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ പ്രായമാകും തോറും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അതിന്റെ സിംറ്റം ഒക്കെ തുടങ്ങുന്നത് അധികവും കാലിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ സപ്പോർട്ടിന് ഒരു സെക്കൻഡ് ഹാർട്ടായിട്ട് നമ്മുടെ UB58 സ്ഥലം വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. സോ ഈ സർക്കുലേഷൻസ് താഴോട്ട് വരുന്നതിന് എളുപ്പമാണ്. തിരിച്ച് ഇതേപോലെ എത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ചെയ്യുകയാണെങ്കിലും ശരി, ബ്ലഡിനാണെങ്കിലും ശരി. അതുകൊണ്ടാണ് വെരിക്കോസ് വെയിനൊക്കെ വന്നിട്ട് നമ്മൾ കാലിലാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഫ്ലോയ്ക്ക് വന്നിട്ട് കൂടുതൽ മറ്റേ എന്താ പറയാ എനർജി വേണം. അപ്പൊ അത് ഡിസ്മാൻഡിൽ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ചീര് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് അത് അവിടങ്ങളിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുള്ളത്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഡാംപ്നെസ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഡാംപ്നെസ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വന്നിട്ട് ജനനേന്ദ്രിയങ്ങളുടെ ഭാഗങ്ങളിലും അതല്ലെങ്കിൽ അതിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഡാംപ്നെസ്, അതായത് നീർക്കെട്ടോ മറ്റോ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. യൂറിനേഷന് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഡാംപ്നെസ് എന്ന് പറയുന്നത് ഈ മറ്റേ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് അത് മാറ്റം വരിക. അങ്ങനെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നീർക്കെട്ടാണ്. അതിനെ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് യൂറിനേഷൻ എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനെ നമുക്കിത് ഈ പോയിന്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ പൊതുവേ നമുക്ക് വന്നിട്ട് ഇവിടെ ഡീപ്പ് നീഡിൽ ചെയ്യാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഡെപ്ചി ക്രിയേഷൻ എന്ന് പറയും അക്യുപഞ്ചറിൽ.
ചൈനീസ് സിസ്റ്റത്തിലൊക്കെ വന്നിട്ട് ഈ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളിലൊക്കെ വന്നിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോസും മറ്റൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സൂചിനെ തൈര് കടയുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഡെഡ് ക്രിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ നീഡിൽ ഇടുന്ന സമയങ്ങളിൽ ആക്ച്വലി ഇതിന്റെ എനർജിയുടെ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഇലക്ട്രിക്കൽ നമ്മുടെ വീടുകളിലൊക്കെ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ മറ്റേ എനർജിക്കും ഒരു സെൻസേഷൻ ഉണ്ട്. അത് ആക്ച്വലി ഇലക്ട്രിസിറ്റി തന്നെയാണ് മറ്റേ MK ശാസ്ത്രി സാറൊക്കെ പറയാറ്. അക്യുപഞ്ചർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്താ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീഡിൽ ഇടുന്ന സമയത്ത് മറ്റേ ഒരു തടസ്സം ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റിയുടെ സർക്കുലേഷന് പ്രോപ്പർ ആവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ ഇടുന്ന സമയത്ത് അവിടുന്ന് ഡെഡ് ക്രിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ അവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഷോക്ക് പോലെയുള്ള സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയാറ്. ഓക്കെ, പൊതുവെ നമ്മുടെ ഇവിടങ്ങളിലൊന്നും അതങ്ങനെ അധികം ചെയ്യാറില്ല. മറ്റേ ചൈനീസ് സിസ്റ്റത്തിൽ വന്നിട്ട് ഈ ഡെഡ് ക്രിയേഷന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നീഡിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ നീഡിലും റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ശേഷമാണ് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇതിനൊരു ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടുപിടിച്ചിട്ട് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അതെന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐദർ അത് നീഡിലേക്ക് കണക്ട് ചെയ്യാം, അതല്ല എങ്കിൽ അത് ചെറിയ ചെറിയ നമ്മൾ ECG മറ്റുമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പാച്ച് നമ്മുടെ മറ്റേ ജെല്ല് ഒട്ടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ട് അവർ മെഷർമെന്റ് എടുക്കാറുണ്ടല്ലോ അല്ലെ, അതേമാതിരി ഒരു പാച്ച് വരും. ആ പാച്ചിനെ നമ്മൾ ഈ അക്യുപഞ്ചർ പോയിന്റുകളിലോ അല്ലെങ്കിൽ വേദനയുള്ള ഭാഗങ്ങളിലോ വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിലേക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി സ്റ്റിമുലേഷൻ തന്നെ പാസ് ചെയ്തിട്ട് നമുക്ക് അക്യുപഞ്ചർ പോയിന്റുകളിനെ മറ്റേ എനർജൈസ് ചെയ്യാൻ പറ്റും. അതിനെ ആ പോയിന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അക്യൂ ടച്ചോ അല്ലെങ്കിൽ നീഡിലോ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മറ്റേ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എന്നുള്ളത്. അത് എപ്പോഴും വന്നിട്ട് മിനിമം 1 ചാനൽ 2 ചാനൽ 4 ചാനൽ അങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ സാധനം വാങ്ങാൻ കിട്ടും. അപ്പം ഒരു 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 പോയിന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അത് 2 സ്ഥലത്ത് ടച്ച് ആവണം. ഇപ്പൊ നീഡിലാണ് ഇടുന്നതെങ്കിൽ 2 നീഡിൽ ഇടണം. അത് കഴിയുന്നതും വന്നിട്ട് കൂടുതൽ ഡിസ്റ്റലില് വെക്കാനാണ് പ്രിഫർ ചെയ്യുക. എന്നിട്ട് നീഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഋതമൊക്കെ ഉണ്ട്. ആ ഋതവും എത്ര അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ലിമിറ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കും. നീഡിൽ വെച്ചും ചെയ്യാം, നീഡിൽ ഇല്ലാതെ ചെയ്യുന്ന പാച്ചസും അവൈലബിൾ ആണ്. നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയണമല്ലോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ഇത് മറ്റേ ഡാംപ്നെസ് ക്ലിയർ ചെയ്യുന്ന ഒട്ടുമിക്കതും നമ്മുടെ ശരീരത്തിനകത്ത് യൂറിനേഷനും കൂടെ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ പോലും അത് മനസ്സിനകത്ത് കരുതി വയ്ക്കുക. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാം, മുട്ടിന്റെ അവിടെയുള്ള പട്ടല എന്ന് പറയുന്ന ആ ടോപ്പ് മോസ്റ്റ് ഭാഗത്ത് നിന്നും 2 ചൂൺ മുകളിലായിരുന്നു നമ്മളുടെ SP10 ഉണ്ടായിരുന്നത്. അതിന് പകരം അതേ സ്ഥലത്ത് നിന്ന് 8 ചൂൺ അല്ലെങ്കിൽ SP10 6 ചൂൺ മുകളിലേക്ക് വരുന്ന തുടയുടെ ഭാഗത്ത് തന്നെയാണ് ഈ SP10 ഉള്ളത്. ലൊക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് SP12 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, അറ്റ് ദ ലാറ്ററൽ എൻഡ് ഓഫ് ദ ingenious groove 3.5 tune lateral to the midpoint of the upper margin of the pubic symbiosis on the lateral side of the femoral artery. അതായത് ലാറ്ററൽ ഫെമൂറലിന്റെ നമ്മുടെ ജോയിന്റ് വരുന്നതിന് ഏകദേശം ഈക്വൽ ആയിട്ട് നമ്മുടെ എന്താ പറയാ പ്യൂബിക് ഏരിയയുടെ മുകളിലുള്ള ഭാഗത്താണ് 3.5 ചൂൺ ലാറ്ററൽ ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ആദ്യം ലൊക്കേഷൻ ഒന്ന് ചിത്രത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻഡിക്കേഷൻസിലേക്ക് വരാം. അതായത് SP13 ആൻഡ് SP12 നോക്കിയാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ നേരത്തെ തന്നെ നമ്മൾ മറ്റേ സ്റ്റമക്ക് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തുടര ഇടുക്കും മറ്റുള്ള ഭാഗങ്ങളിലും വന്നിട്ട് നമ്മൾ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഭാഗമൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ലിവറിന്റെ ഏരിയ, കിഡ്നിയുടെ ഏരിയ, സ്റ്റമക്ക്, സ്പ്ലീൻ ഇതെല്ലാം തന്നെ കവർ ചെയ്യും അത്രയും ഏരിയയിൽ. ആ ഏരിയയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തള്ളവരലോ മറ്റേ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ പമ്പിങ് പ്രഷർ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ റെഗുലറായിട്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കാം.
എന്താണ് ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറും സ്പ്ലീനും കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ക്രോസിംഗ് പോയിന്റ് ആണ് ഈ SP12 എന്ന് പറയുന്നത്. ഹെർണിക്ക് വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ വയറിൽ ഉണ്ടാവുന്ന വേദനകൾക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റേ ഈ പീരിയഡ്സിന്റെ ടൈം അല്ലെങ്കിൽ അത് വരുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷവും ചെറിയ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് മാറാനും എല്ലാം ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ വൈറ്റ് ഡിസ്ചാർജിന് വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക് നമ്മളുടെ ഇന്നുണ്ടാക്കിയ ചോറുണ്ടല്ലോ, ആ ചോറിന് വൈകുന്നേരം വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് മോരും കൂടെ ഒഴിച്ച് വെക്കുക. കുറച്ച് മോരും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് നിങ്ങൾക്ക് വന്നിട്ട് മറ്റേ ചോറ് കഴിക്കാൻ വയ്യെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വെള്ളമെങ്കിലും ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ആ വെള്ളം കുടിക്കുന്നത് വൈറ്റ് ഡിസ്ചാർജിന് വളരെയേറെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഇവിടെ എന്താ പറയുക, ഞങ്ങളുടെ ഇവിടെ പാലക്കാടൻ സൈഡിൽ അതിന് വെള്ളച്ചോറ് എന്ന് പറയും. തൃശ്ശൂർ സൈഡുകളിലൊക്കെ പഴം കഞ്ഞി എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, അത് ഈ ലുക്കേറിയയ്ക്ക് വളരെ നല്ല സാധനമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ അത് സ്ഥിരമായിരുന്നു. ഇന്നും അത് എന്താ പറയാ മറ്റേ വലിയ ഹോട്ടലുകളിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പൊ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹെർണിക്ക് നല്ലതാണ്, അബ്ഡമൻ പോയിന്റ് നല്ലതാണ്. ഇതേപോലെ തന്നെ മറ്റേ മെൻസ് സൈക്കിളിന്റെ ഇടയിൽ ഉണ്ടാവുന്ന എന്താ പറയാ ബ്ലീഡിങ്ങിന് സ്റ്റോപ്പ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അതുമാതിരി ലുക്കേറിയയ്ക്ക് നല്ല പോയിന്റാണ്. അപ്പൊ ഇതിന്റെ മറ്റെന്താ പറയാ അതേമാതിരി തന്നെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നോക്കൂ അതിന്റെ ഫങ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. മൂവ്സ് ബ്ലഡ്, റെഗുലേറ്റ് ചീസ്, റിലീവ്സ് പെയിൻ. അപ്പൊ ഇത് അബ്ഡമൻ പെയിൻ മാത്രമല്ല, നിങ്ങളുടെ കാലുകളിൽ ഉണ്ടാവുന്ന വേദനകൾ മാറാനും ശരീരത്തിൽ ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ട് മാറാനും നമ്മൾ എങ്ങനെയാണോ LA11 നമ്മൾ നോക്കിയിട്ടുണ്ടാവും. LA11 പൊതുവെ മസിൽ റിലേറ്റഡ് ആയിട്ട് ശരീരത്തിന് എവിടെ ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിലും LA11 മസാജ് ചെയ്യുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കുമെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ പറ്റും നോർമൽ കേസസിൽ. അതേമാതിരി ഈ SP12 വന്നിട്ട് അതേമാതിരി തന്നെയാണ് കാലുകളെ വന്നിട്ട് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ ബ്ലഡിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ചീ കൂടെ മൂവ് ചെയ്യും. അപ്പൊ സ്റ്റാഗ്നേഷൻ റിമൂവ് ആയി കഴിഞ്ഞാൽ പെയിനും റിമൂവ് ആവും. അപ്പൊ കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകള്, സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എല്ലാത്തിനും തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇനിയുള്ള പോയിന്റ്സ് ലൊക്കേഷനിലൊക്കെ ഒട്ടുമിക്കത്തിലും മറ്റേ ആർട്ടറി ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിടുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എഴുതിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നീഡിലിടുക, അത്ര തന്നെ. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതിന് SP മറ്റേ ഇത് 3.5 ചൂൺ ലാറ്ററൽ ആണെങ്കിൽ മറ്റേത് 4 ചൂൺ ലാറ്ററൽ, അത്രയേ ഉള്ളൂ. SP13 ഒരു 0.7 ഒരു ഫിംഗർ വിടുത്ത് കഷ്ടിച്ച് മുകളിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, SP13 എന്നുള്ളത്. അടുത്ത് നമുക്ക് SP13 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഓക്കെ, ഓൺ ദ ലോവർ അബ്ഡമൻ 4 ചൂൺ ബിലോ ദ അംബ്ലിക്കസ് ഓർ 7 ചൂൺ ലാറ്ററോ സുപ്പീരിയർ ടു SP12 4 ചൂൺ ഫ്രം ദ ആന്റീരിയർ മിഡ് ലൈൻ ഓഫ് ദ ബോഡി. അതായത് മിഡ് ലൈനിൽ നിന്നും 4 ചൂൺ മാറിയിട്ട്, ഓക്കെ, അപ്പൊ ഇവിടെ ലൊക്കേഷൻ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ 7 ചൂൺ, അതായത് 4 ചൂൺ ബിലോ ദ അംബ്ലിക്കസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വേണ്ട. SP12 നമുക്കറിയാം. അതിനകത്ത് 0.5 ചൂൺ കൂടെ മാറിയിട്ട് അല്ലെങ്കിൽ ഒരു 0.7 ചൂൺ മുകളിലായിട്ടും വരുന്ന പോയിന്റാണ്. ഓക്കെ, ഇതും സ്പ്ലീനും ലിവറും കൂടി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ്. അത് കൂടാതെ ഇൻവി വെസൽസും കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി വെസൽസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിറയെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റ് ആണ് ഇൻവി വെസല്. ആ ഭാഗത്ത് വരുന്ന പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്തിട്ടാ പോവുക. അപ്പൊ ഒരു ഇടുപ്പ് വേദനയായിട്ടൊക്കെ വരുന്നുള്ള ആൾക്കാരാണെങ്കിൽ, ക്രോണിക് സ്റ്റേജസിലാണെങ്കിൽ നമ്മുടെ ഇടുപ്പിന്റെ വശത്തുള്ള എല്ലാ പോയിന്റ്സുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് എത്ര നീഡിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇതും ഹെർണിക്കും അബ്ഡമൻ പെയിനിനും നല്ലതാണ്. റെഗുലേറ്റ്സ് ചീ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ബ്ലഡിനെയും കൂടി റെഗുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ SP12 അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് സെയിം തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ SP12 നീഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ SP13 നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ SP12 വളരെയേറെ നല്ല പോയിന്റ് ആണ്. നമ്മൾക്ക് എന്തെങ്കിലും കാലിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കടല കെട്ടുക എന്ന് പാലക്കാടൻ ഭാഷയെ പറയും. നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. മറ്റേ അവിടെ ഒരു എന്താ പറയാ കാലിനൊക്കെ എന്തെങ്കിലും മേജർ ആയിട്ട് ഒരു മുറിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ തൊറ ഭാഗത്ത് ഒരു എന്താ പറയാ ഒരു സ്വെല്ലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ ഏരിയകളാണ്
ഈ SP12 എന്നൊക്കെ പറയുന്നത്. അതേമാതിരി SP14 എന്നുള്ളത് ആണ് നമ്മൾ അടുത്ത പോയിന്റ്. ഓക്കെ, SP14 മനസ്സിലാക്കാൻ, ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് കൂടുതൽ എളുപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം SP15 നോക്കുക. SP15 അംബ്ലിക്കസ് നിന്ന് ലാറ്ററിൽ 4 ചൂണാണ്. അവിടുന്ന് എത്ര ചൂൺ കൂടെ താഴെ വരണം? 1.3 ചൂൺ താഴെ വരുന്ന പോയിന്റാണ്. അപ്പൊ SP15 നിന്ന് 1.3 ചൂൺ ബിലോ, അതല്ല എങ്കിൽ അംബ്ലിക്കസിൽ നിന്ന് 1.3 ചൂൺ താഴെയും 4 ചൂൺ വശത്തും വരുന്ന പോയിന്റാണ് SP14 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അതെന്തിനൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഷി ആയിട്ടാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആഷി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അംബ്ലിക്കൽ റീജിയനിൽ ഉണ്ടാവുന്ന വേദനകള്, അതേമാതിരി തന്നെ വയറിൽ ഉണ്ടാവുന്ന ഡിസ്കംഫോർട്ടിന് വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയവയ്ക്കും ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഹെർണിക്ക് നല്ലതാണ്. ഇതിനും അതുപോലെ തന്നെ റെഗുലേറ്റ്സ് ചി ആൻഡ് ദ ലോവർ ജിയോ, അതായത് താഴത്തെ ഏരിയനെ പൊതുവെ അംബ്ലിക്കസിന്റെ ഏരിയ അല്ലെങ്കിൽ അംബ്ലിക്കസിന് താഴെ വരുന്ന, അതല്ലെങ്കിൽ തേർഡ് എന്താ പറയാ ജിയോ, ട്രിപ്പിൾ വാർമറിലെ മൂന്നാമത്തെ മണ്ഡലം, താഴത്തെ മണ്ഡലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ആ ഭാഗത്ത് ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതേമാതിരി റെഗുലേറ്റ്സ് ചി എന്ന് മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് ടു. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. നമ്മളിവിടെ SP15 എന്നാണ് 1.3 ചൂൺ കാണിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് മറ്റേ നേരിട്ട് അംബ്ലിക്കസ് എടുക്കുകയാണെങ്കിൽ അംബ്ലിക്കസ് 4 ചൂൺ ലാറ്ററിലും 1.3 ചൂൺ താഴെയായിട്ടും വരുന്ന പോയിന്റ് ആണ്. ലൊക്കേഷൻ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അടുത്തത് D15 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഒരു മിനിറ്റ്, 1 2 3 4 5 6 ഓക്കെ, എത്ര പേരുണ്ട് നോക്കിയാണ്? 10. ഓക്കെ, എണ്ണം എന്തായാലും കൂടുതലുണ്ട് കേട്ടോ, കുറച്ച് പേരാണെങ്കിൽ കൂടെ. ഓക്കെ, SP15 എന്ന് പറയുന്ന പോയിന്റ് നമുക്കിപ്പോ നമ്മൾ നോക്കിയത് തന്നെയാണ്. അംബ്ലിക്കസിൽ നിന്ന് 4 ചൂൺ മാറിയിട്ട് വരുന്നതാണ്. ഓക്കെ, ആൾമോസ്റ്റ് SP നമ്മൾ 14 നോക്കിയില്ലേ, അതിന്റെ എല്ലാ ഫങ്ഷനാലിറ്റി ഇവിടെയും ഉപയോഗിക്കാം. അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലീനിന്റെ ക്രോസിംഗ് പോയിന്റ് ആണ് വിത്ത് ഇൻ വി വെസൽസ്, അതായത് ബെൽറ്റ് വെസൽസ് എന്നും കൂടെ പറയും. ആ വെസൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൊക്കേഷനും കൂടെയാണ് ഇത്. ഓക്കെ, ഡയേറിയക്ക് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, അബ്ഡമനൽ പെയിന് നല്ലതാണ്. ഇതിന്റെ ഫങ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റെഗുലേറ്റ്സ് ദ ഇൻഡസ്റ്റൈൻ, അതായത് നമ്മുടെ മറ്റേ കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇഷ്യൂസ് മാറാൻ. ഓക്കെ, റെഗുലേറ്റ്സ് ചി, ടോണിഫൈസ് ദ സ്പ്ലീൻ. ഇപ്പൊ സ്പ്ലീനിന് വളരെ നല്ല പോയിന്റ് ആണ്. ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട്, അപ്പോൾ നമുക്ക് ഈ വയറിനകത്ത് ശബ്ദമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഇത് ഉപയോഗിക്കാം. കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചു നേരം കഴിഞ്ഞ ശേഷം ഗ്യാസ് ഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് എന്താ പറയാ ആഹാരം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി, അതിനൊക്കെ ഈ പോയിന്റ് വളരെ നല്ല പോയിന്റ്സ് ആണ്. ഓക്കെ, ലൊക്കേഷൻ നമുക്കറിയാം. അടുത്തത് നമ്മള് സ്പ്ലീനിനെ ടോണിഫൈ ചെയ്യുന്ന പോയിന്റും കൂടിയാണ്. ആക്ച്വലി വന്നിട്ട് നമ്മൾ ഓരോ മെറീഡിയനിലും എല്ലാ പോയിന്റും അതാത് ഓർഗനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അപ്പൊ ചിലത് നമ്മൾ ഹൈലൈറ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ പോയിന്റിന് കുറച്ചുകൂടെ പ്രത്യേകത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എന്തുകൊണ്ടാണ് അതിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SP15 നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് ആക്ച്വലി ഏകദേശം നേരെ സ്പ്ലീനിന്റെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു ആ സ്ഥലം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അത് മറ്റേ നമ്മൾ ഇതൊക്കെ നമ്മൾ വന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതേമാതിരി നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം സ്പ്ലീനിന്റെ ഏരിയ റിബ്സിന്റെ അവിടെയാണ്. റിബ്സിന്റെ അവിടെയൊക്കെ നമ്മൾ മസാജ് ചെയ്യുന്നതും ആക്ച്വലി സ്പ്ലീനിനെ ഹെൽപ്പ് ചെയ്യും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. പണ്ടത്തെ സിനിമ ഞാൻ ആൾറെഡി പറഞ്ഞാണ്, പണ്ടത്തെ സിനിമകളിൽ ഈ ബ്രാഹ്മിൻ ക്യാരക്ടർ ഒത്തിരി വയറൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഏത് സമയത്തും വയറിനെ തടവിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതൊരു എന്താ പറയാ മറ്റേ അതൊരു ബോഡിയുടെ മറ്റേ ഇന്റലക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന, നമ്മൾ പറയാറുണ്ടല്ലോ മറ്റേ നമ്മുടെ ഭാരതീയ ചിന്താധാര പ്രകാരം എന്താ പറയാറ്, പ്രകൃതിയിലുള്ള ഓരോ തന്മാത്രകൾക്കും
ഏറ്റവും ഏറ്റവും ചെറിയ കണികകൾക്ക് പോലും ഒരു സ്വബോധം ഉണ്ടെന്നാ പറയാം. അപ്പൊ അതിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അറിയും. അത് വേറൊരാള് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അത് ഒരു ചെറിയ വിത്തിനാണെങ്കിലും ശരി, ഒരു അനിമൽസിനാണെങ്കിലും ശരി. അപ്പൊ ഇതൊക്കെ വന്നിട്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ ആ നമ്പർ ഓഫ് ആറ്റംസ് കൂടി അതിന് അത്രയും അറിയുമെങ്കിൽ ഓരോ ആറ്റത്തിനും എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയും. അതിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ. ഈ എന്താ പറയാ, ആറ്റങ്ങളുടെ സ്വബോധത്തിലാണ് പ്രകൃതി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭാരതീയ ചിന്താധാരയിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് ഒരു സ്വബോധമുണ്ട്. ആ സ്വബോധം ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഡ്യൂട്ടി അത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത്. അതായത് ഭൂമി ചുറ്റുന്നത്, മറ്റേ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ചുറ്റുന്നത്, ഇവിടെ നടക്കുന്ന കാലാവസ്ഥകള്, എല്ലാത്തിനും പ്രകൃതിക്ക് ഒരു മറ്റെന്താ പറയാ, അതിന്റെ സ്വബോധം ഉണ്ട്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചോളും. എങ്ങനെയാണോ നിങ്ങളൊരു ചെറുപയറോ അല്ലെങ്കിൽ ഒരു കടലയോ എന്തെങ്കിലും ഒരു മറ്റേ പെട്ടിയിൽ അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ മറ്റേ കുറെ കാലം നിൽക്കും. ജസ്റ്റ് ഒരു ഈർപ്പം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണ്ണിലെടുത്തിട്ട് സ്വല്പം നനഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അത് മുളച്ചിരിക്കും. ഒരു ഗോതമ്പ് ആയിക്കോട്ടെ, നെൽമണി ആയിക്കോട്ടെ, ഏത് സാധനവും ആ ഒരു പ്രത്യേകതയുണ്ട്. സോ അതിനറിയാം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുളയ്ക്കണം എന്നുള്ളത്. അത് അതിനകത്ത് ഫീഡഡ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊരു പ്രോഗ്രാം, ഇപ്പൊ ഇപ്പൊ എന്റെ സിസ്റ്റത്തിനകത്ത് ഈ PPT ഇല്ലെങ്കിൽ ഇതിന് വർക്ക് ചെയ്യാൻ അറിയില്ല. ഇനിയിപ്പോ ഞാൻ PPT കൊണ്ടൊന്ന് വെച്ചു, ഇത് പ്രസന്റേഷൻ ചെയ്യാനുള്ള പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ഇല്ലെങ്കിൽ ഇതിന് വർക്ക് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു സ്ക്രീൻ കാണിക്കുന്നത്. അതെ. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത് ആൾറെഡി ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനറിയാവുന്ന ഭാഷയിൽ ആൾറെഡി എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഫീഡഡ് ആണ്. ഓക്കെ. അതേമാതിരി തന്നെയാണ് നമ്മളുടെ എല്ലാ സെല്ലുകൾക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന ഓരോ സെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ, ലിവറിലെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, ഹാർട്ടിലെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, സ്കിന്നിലെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വന്നിട്ട് ഇത് ശരീരത്തിന്റെ ആണ് എന്നുള്ളത് അറിയാമെന്നല്ലാതെ അതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഈ സെല്ലുകൾ ഹാർട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന പണിയല്ല ലിവറിൽ പോയി ഇരിക്കുമ്പോൾ ചെയ്യുന്നത്. കാരണം അത് എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് അത് ഫങ്ഷനാലിറ്റി ചെയ്യാൻ അതിനറിയാം. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് എവിടെ തൊട്ട് കഴിഞ്ഞാലും അതിന് അറിയണമെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സബ്ജക്റ്റ് അല്ലാതെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക്. ബ്രീത്തിങ് ടെക്നിക്സ് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ. നമുക്ക് വെറുതെ സബ്ജക്റ്റ് കളയണ്ട. നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ബോഡിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ. നിങ്ങളുടെ തോട്ട്സ്, അതായത് നിങ്ങൾ ആരെ വേണമെങ്കിലും പറ്റിക്കാം. അപ്പൊ നമ്മൾ ഒരു നുണ പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, മറ്റേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ വരെ നമുക്ക് പറ്റിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ സെല്ലുകളെ പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ആ സെല്ലുകൾ എപ്പോഴും നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര സെല്ലുകൾ, ട്രില്യൺ ഓഫ് സെൽസ് ആൾവേസ് നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആരെ പറഞ്ഞു പറ്റിച്ചു കഴിഞ്ഞാലും, നിങ്ങളെ തന്നെ നിങ്ങൾ പറ്റിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സെല്ലുകളെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ കൂടെ തന്നെയാണ് ദൈവം ഉള്ളത് എന്നുള്ളത്. എപ്പോഴും ഷോൾഡറിൽ 2 ദേവതകൾ ഇരിക്കുന്നു, അങ്ങനെ ഓരോ ഭാഷയിൽ ഓരോന്ന് പറയും. അത് ആക്ച്വലി വന്നിട്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യുവർ മോണിറ്റർ. നിങ്ങളുടെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കാൻ ആരെയാണ് ഏർപ്പെടുത്തുക? ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടീനെയാണ് അല്ലേ? ആ കുട്ടിയില്ലെങ്കിൽ ഇനി ഒരു കുട്ടീനെ. അതേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് മോണിറ്റർ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലുകൾ തന്നെയാണ് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളിത് പറഞ്ഞില്ലേ, SP16 പറഞ്ഞില്ല. ഓക്കെ. ഓൺ ദ അപ്പർ അബ്ഡമൻ, അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ വന്നിട്ട് ലോവർ അബ്ഡമനിലും മറ്റുമാണ് നമ്മൾ പോയിന്റ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി അപ്പർ അബ്ഡമനിലേക്ക് വരുന്നതാണ് SP16 എന്നുള്ള പോയിന്റ് ആണ്. അതായത് ഇത് മെറീഡിയൻ വയറ്റിലൊക്കെ വരുന്നത് 4 ചൂൺ തന്നെയാണ്. എവിടെയാണെന്ന് വെച്ചാൽ അമ്പിളിക്കൽ, നമ്മുടെ പൊക്കിളിൽ നിന്നും 3 ചൂൺ മുകളിലും 4 ചൂൺ ലാറ്ററൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഗുലേറ്റ്സ് സ്പ്ലീൻ എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി ആശയായിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇതും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോന്നും എഴുതുന്നത് എന്താ വെച്ചാൽ അന്ന് കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ പുസ്തകങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മറ്റേ ഫങ്ഷൻസും മറ്റൊക്കെ എറിയുന്നത്. പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസിനകത്ത് കുറെ നമുക്ക് കിട്ടും.
പക്ഷെ നമുക്കത് ആധികാരികമായി പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബുക്കോ മറ്റേ നമ്മൾ സ്വയം പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞാൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന്റെ സ്പ്ലീൻ മെറീഡിയനും ഇൻവൈ മസിൽസും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ്. അബ്ഡമൻ പെയിന് നല്ലതാണ്. ഇൻഡസ്ട്രിയനിൽ ഉണ്ടാവുന്ന ശബ്ദം, വയറ്റിനകത്ത് ഗ്യാസിന്റെയോ ലിക്വിഡോ മൂവ് ചെയ്യുന്ന പോലെ വരുന്ന ശബ്ദത്തിന് നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റേ അപ്സെറ്റ് സ്റ്റൊമക്കിന്, അതായത് ഇൻഡൈജഷൻ ആയിട്ട് ആഹാരം കഴിച്ചു ശരിക്കും ദഹിച്ചിട്ടില്ല, വയറ് വീർത്തിരിക്കുന്നു, ഡിസ്കംഫേർട്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസ്കംഫേർട്ടിനും നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഇത് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്നു, ചീനിയും റെഗുലേറ്റ് ചെയ്യുന്നു. SP60 എന്നുള്ള പോയിന്റ് 4 ചൂൺ മധ്യഭാഗത്തു നിന്നും വശങ്ങളിലായിട്ട് വരുന്നതാണ്. അതേമാതിരി തന്നെ അംബ്ലിക്കസിൽ നിന്ന് 3 ചൂൺ മുകളിലായിട്ടും വരുന്ന പോയിന്റ്, അല്ലെങ്കിൽ SP15 നിന്ന് 3 ചൂൺ മുകളിൽ വരുന്ന പോയിന്റ് ആണ്. SP17 എന്ന് പറയുന്ന പോയിന്റ് ആണ് അടുത്തത്. ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ് in the fifth intercostal space 6 tune from the anterior midline of the body. ഇപ്പൊ ഈ സ്പ്ലീൻ മെറീഡിയൻ വന്നിട്ട് നമുക്ക് ബോണ്ട്, വാരിയല്ലുകൾ ടച്ച് ചെയ്യുന്നത് വരെ സ്റ്റൊമക്ക് ഏരിയയിൽ 4 ചൂൺ മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ബോണിൽ ടച്ച് ചെയ്തതും 2 ചൂൺ തിരിച്ച് കുറച്ചുകൂടി വശങ്ങളിലേക്ക് മാറും. ഓക്കെ. സോ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെയും 6ാമത്തെയും വാരിയല്ലുകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, നമ്മുടെ ബോൺ തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ. അത് 6 ചൂൺ മധ്യവശത്തു നിന്നും 6 ചൂൺ മാറിയിട്ടാണുള്ളത്. ഓക്കെ. ലൊക്കേഷൻ കണ്ട ശേഷം നമുക്ക് ഇൻഡിക്കേഷൻസ് നോക്കാം. അതായത് 6 ചൂൺ മാറിയിട്ട് ഏകദേശം നിപ്പിളിന്റെ താഴെയായിട്ട് ചില സമയങ്ങളിൽ ആഹാരം നിങ്ങൾ കഴിച്ച ഉടനെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ഗ്യാസ് ഫോർമേഷൻസ് ഒക്കെ ഒരുപാട് ആകുന്ന സമയത്ത് ഈ ഭാഗം പല ആളുകൾക്ക് നല്ല പെയിൻ ഉണ്ടാവും. അതേമാതിരി തന്നെ ഇൻഡൈജഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ ഭാഗം നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിയർ ആയിട്ട് വർക്ക് ചെയ്യും. ആക്ച്വലി അലാറം പോയിന്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ. എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഡിസ്റ്റൻഷൻ ആൻഡ് പെയിൻ ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഹൈപ്പോകോൺട്രിയം ഏരിയ, അതായത് അപ്പർ അബ്ഡമൻ ഏരിയയിൽ ഉണ്ടാവുന്ന വേദനകൾക്ക്, ചെസ്റ്റിൽ ഉണ്ടാവുന്ന വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ വിങ്ങലിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ഓക്കാനം വരിക, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് കൊണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതേമാതിരി തന്നെ ആഹാരം കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കുക. അത് ഗ്യാസ് ഫോർമേഷൻ ഫില്ലായിട്ട് റിബലസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻസ് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും. നിങ്ങൾ പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല വേദന ഉണ്ടാവും. ഡിസ്റ്റൻഷൻ ആൻഡ് എഡിമ ഇൻ ദ അബ്ഡമൻ, അതായത് സ്റ്റൊമക്ക് വീർത്തിരിക്കുക, ഗ്യാസ് ഫോർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നീർക്കെട്ട് പോലെ തോന്നിയിട്ട് വയറിന് ഭാരം കൂടുതലും, അതേമാതിരി തന്നെ ഒരുപാട് എന്താ പറയുക, വയർ തൂങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചിലർക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും, ആഹാരം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറൊക്കെ വീർത്ത പോലെ ഉണ്ടാവും. അതിന് ഈ പോയിന്റ് നല്ലതാണ്. ജോണ്ടിസിന് ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. കാരണം വെച്ചാല് മറ്റേ ലിവറിന്റെ വളരെ അടുത്ത് ലോക്കൽ ഏരിയ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. അതേമാതിരി തന്നെ സ്പ്ലീൻ ആൻഡ് ലിവറിന്റെയും ലോക്കൽ ഏരിയ ആയതുകൊണ്ട് ഇത് 2 റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ഫീക്കൽ ഇൻകണ്ടിന്യൂൻസ് ഓഫ് എൽഡർലി പീപ്പിൾ, അതായത് പ്രായമായവർക്ക് ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവർക്ക് മറ്റേ എന്താ പറയാ, അടക്കി നിർത്താൻ പറ്റില്ല. ബാത്റൂമിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ അവർക്ക് ഈ പോണം തോന്നി അപ്പൊ തന്നെ പോകണം. അത് യൂറിനും വരും, ചിലവർക്ക് മലബന്ധത്തിനും വരും. അങ്ങനെ മറ്റേ ശോധനയിൽ വരുന്ന ഈ ഒരു മറ്റേ എന്താ പറയാ, ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതിനൊക്കെ ഈ പോയിന്റ്സ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡിസോൾസ് അക്യുമുലേഷൻ ഓഫ് ഫുഡ്, അതായത് ആഹാരം വന്നിട്ട് ശരിക്കും ദഹനം നടക്കാതെ അക്യുമുലേറ്റ് ആവുന്നതിനെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു. ദഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. ചീനെ മൂവ് ചെയ്യാൻ വളരെ നല്ല പോയിന്റ്സ് ആണ്. നിങ്ങൾ റെഗുലറായിട്ട് കുറച്ച് ദിവസം ആഹാരം കഴിഞ്ഞ ശേഷം വെറുതെ ഒന്ന് ആ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നോക്കൂ. ഒരാഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിറയെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. അടുത്തത് SP18 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ. ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ് ഇൻ ദ
ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ്. മറ്റേത് അഞ്ചാമത്തെ ആയിരുന്നു. അതിനും അപ്രോക്സിമേറ്റ്ലി ഒരു ഫിംഗർ വിഡ്ത്ത് മുകളിൽ അതേ ലൈനിൽ തന്നെ 6 ചൂൺ മാറിയിട്ട് വരുന്ന പോയിന്റ് ആണ്. എന്തിനൊക്കെയാണ്? പെയിൻ ഇൻ ദ ചെസ്റ്റ്, ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ അടുത്ത് ഇനിയൊരു പോയിന്റും കൂടി ഉണ്ട്, അറിയാവോ നിങ്ങൾക്ക്? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, പെയിൻ ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഹൈപ്പോകോൺട്രിയം ഏരിയ, ചുമയ്ക്ക് വളരെ നല്ല പോയിന്റ് ആണ്. ഓക്കെ, അതേമാതിരി ബ്രസ്റ്റില് ഉണ്ടാവുന്ന സിവിയർ ആയിട്ടുള്ള വേദനകൾക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് മുലപ്പാലിന്റെ കുറവുണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ ഇത് ലോക്കൽ പോയിന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പെരിക്കാർഡിയം 1ന്റെ ഏകദേശം അടുത്ത് തന്നെയായിട്ട് വരുന്ന പോയിന്റ് ആണ്. എന്താണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ റെഗുലേറ്റ്സ് ഡിസൻസ് ചി, പ്രൊമോട്ട്സ് ലാക്ടേഷൻ. അതായത് മെയിൻ ആയിട്ട് ഇത് ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റ്സ് ആണ്. ഓക്കെ ഓക്കെ 6 ചൂൺ വരും. ഓക്കെ, നമ്മുടെ 4 ചൂണിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിപ്പിൾ ഉള്ളത്. നിപ്പിളിൽ നിന്നും ഒരു ചൂൺ മാറിയിട്ട് വരുന്ന പോയിന്റ് ആണ് പെരിക്കാർഡിയം 1 എന്ന് പറയുന്ന പോയിന്റ്. ഇത് പെരിക്കാർഡിയം 1ന്ന് ഒരു ചൂൺ കൂടെ വശങ്ങളിലേക്ക്. അപ്പോൾ പെരിക്കാർഡിയം 1ഉം SP18ഉം ഒരു ഫിംഗർ വിഡ്ത്തിൽ അല്ലെങ്കിൽ ഒരു ചൂണിന്റെ വ്യത്യാസത്തിലുള്ളത് കൊണ്ട് SP1ന് പറഞ്ഞ ഇൻഡിക്കേഷൻസ് ഒക്കെ SP18നും അപ്ലിക്കബിൾ ആണ്. SP8ന് പറയുന്നതൊക്കെ പെരിക്കാർഡിയം 1നും അപ്ലിക്കബിൾ ആണ്. ക്ലിയർ? നമ്മൾ സെപ്പറേറ്റ് ആണ് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ അത് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റാണ്. ഓക്കെ, പെരിക്കാർഡിയം 1 എന്ന് പറയുന്ന ഒരു ചൂണാണ്, ഇത് 2 ചൂണാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അതേ ലൈനിൽ തന്നെയാണ്. ഓക്കെ, അടുത്തത് SP19 എന്ന് പറയുന്ന പോയിന്റ് ആണ്. SP19 ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ് ഇൻ ദ തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. മൂന്നാമത്തെ 4ാമത്തെ വാരികൾക്ക് ഇടയിലുള്ള പോയിന്റ് ആണ്. സെയിം തന്നെയാണ്, 6 ചൂൺ. ഓക്കെ, നമ്മുടെ നിപ്പിൾ ലൈൻ എന്ന് പറയുന്നത് 4 ചൂണാണ്, 2 ചൂൺ മാറിയിട്ട്. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ അബ്ഡമൻ ഏരിയയിൽ വരുന്ന വേദനകൾക്കും ഗ്യാസ്ട്രിക്സ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും നല്ല പോയിന്റ്സ് ആണ് ഇത്. റെഗുലേറ്റ്സ് ആൻഡ് ഡിസൻസ് ചി. ഓക്കെ, ഇതിൽ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഓരോ റിബ് കേജ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ, സെക്കൻഡ്. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ 2, 3 ഇടയിലുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. സാർ, ഈ റിബ് കേജിന്റെ ഇടയിൽ ഇത് കിട്ടാനും നമുക്ക് അതിനെ കറക്റ്റ് കണ്ടുപിടിക്കാൻ കഴിയാം? റിബിനോട് കൈ നമ്മള് ആക്ച്വലി വന്നിട്ട് നമ്മുടെ സെൻട്രൽ വെക്കുന്നതിനേക്കാളും നമ്മളുടെ വശങ്ങളില്ലേ, ബോഡിയുടെ ലാറ്ററൽ ഏരിയ, ആ ഏരിയയിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ബോണ് കിട്ടും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 1-2 ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ സ്പൈന് നോക്കുന്ന സമയത്ത് സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന അവിടുന്ന് നേരെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ തൊറാസിക് 7 and 8ന്റെ ലൊക്കേഷൻ വരുന്ന പറയുന്ന പോലെ നമ്മൾ 1-2 സ്ഥലങ്ങൾ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതായത് ഈ പുരുഷന്മാർക്ക് പിന്നെയും പറ്റും, സ്ത്രീകൾക്ക് എങ്ങനെ പറ്റും? അതും ഇതുമാതിരി തന്നെ റിബ് കേജ് നോക്കിയിട്ടാണോ? നമ്മളിപ്പോ ആണുങ്ങളുടെ കുറച്ച് സ്ഥിരമായി നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ലൊക്കേഷൻ നമുക്കറിയാലോ. എന്നിട്ട് ഞാൻ പൊതുവെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പോയിന്റ് പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഇട്ടേക്ക്. അപ്പൊ ഇതൊക്കെ അടുത്തടുത്ത് പോയിന്റ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ SP19 എടുത്താലും ശരി, SP18 എടുത്തു കഴിഞ്ഞാലും ശരി, എല്ലാം നിയറസ്റ്റ് സ്ഥലങ്ങളായതുകൊണ്ട് ആൾമോസ്റ്റ് സെയിം ഫങ്ഷനാലിറ്റിയാണ്. ഇത് രണ്ടും സ്റ്റൊമക്കിന്റെയും ചാനലതി കൂടെ കടന്നു പോകുന്നുണ്ട് കറക്റ്റ് ആ ലൊക്കേഷനിലൂടെ തന്നെ? അല്ല, സ്റ്റൊമക്കിന്റെ നിപ്പിൾ ലൈനിൽ കൂടിയിട്ടല്ലേ പോണത്. ഇത് തൊട്ട് നിപ്പിളിനോട് 2 ചൂട് മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് സ്റ്റൊമക്കിൽ ഇട്ടാലും സ്പ്ലീനിൽ ഇട്ടാലും ഇതൊക്കെ ആൾമോസ്റ്റ് കുറേയേറെ കാര്യങ്ങൾ ഒരേ ഫങ്ഷനാലിറ്റിയാണ് വരിക. അപ്പൊ പൊതുവെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ, നിങ്ങളിപ്പോ 19ഉം 20ഉം പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 19, 20യിൽ മോസ്റ്റ് പെയിൻഫുൾ ഏരിയ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഈക്വൽ ആയിട്ട് സ്റ്റൊമക് ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങൾക്ക് ആക്ച്വലി വന്നിട്ട് മറ്റേ നമ്മുടെ നമ്മുടെ ഷോൾഡർ ലൈൻ വരുന്നുണ്ടല്ലോ, അത് നോക്കൂ. ആ ഷോൾഡറിന്റെ ലൈൻ വരുന്നത് ഈ എക്സാക്ട് ഈ ചിത്രം എടുക്കണ്ട, ഒന്നിൽ കൂടുതൽ നിങ്ങൾ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ സ്റ്റർണം ഹെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്റെ മൗസ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം, എനിക്കറിയില്ല, ഒരു മിനിറ്റ്.
ഇവിടെ മൗസ് വരുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. ഞാനത് എൻ്റെ സിസ്റ്റത്തിലല്ല, വേറെ ആളുടെ സിസ്റ്റത്തിലാണ്. എൻ്റെ മൗസിനെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പം ഇത് സ്റ്റെർണോ ഹെഡാണ്. ഓക്കെ, നമുക്കിവിടെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഓക്കെ, ക്ലാവിക്കൽ ബോണ്, അതിന്റെ താഴെ ചെറിയൊരു ബോണുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ വൈസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ തൊട്ട് നോക്കണം എന്നില്ല. ഇനിഷ്യലി നമുക്ക് ഒന്ന് രണ്ട് പേരെ തൊടുമ്പോൾ മാത്രമാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുക. ബാക്കി നമ്മൾ ഈ ജോയിന്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് തൊടാൻ പറ്റും. ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ലേഡീസിന് എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ ആണുങ്ങളിൽ നോക്കി മനസ്സിലാക്കിയിട്ട് എക്സാക്ട്ലി ലൊക്കേഷൻ എടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമ്മുടെ UB മെറീഡിയനിലും കാൽബേഡറിലും ഒക്കെ, അതെല്ലാം ഉപയോഗിക്കാം. ഓക്കെ, സ്പെസിഫിക്കലി നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തന്നെയാണ് വിദേശങ്ങളിലുള്ളവരൊക്കെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹലോ സാർ, ഇതിന്റെ ഏരിയയിൽ വരുന്ന അതായത് ഇപ്പൊ ചെസ്റ്റിൽ വരുന്ന ഏരിയയിൽ വരുന്ന ബാക്ക് ഷൂ പോയിന്റ്സ് യൂസ് ചെയ്തൂടെ? അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് ഷൂ പോയിന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഓർഗണും അലാറം പോയിന്റിനാണ് ബാക്ക് ഷൂ പോയിന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് മിറർ ഇമേജ് വർക്ക് ചെയ്യോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത്, ശരിയാണോ? അതെ. അതായത് നമ്മുടെ TCMൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ വേറെ ചില സിസ്റ്റത്തിൽ ഇതിന്റെ ബാക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ബ്ലാഡറിലുള്ള അനദർ പോയിന്റ് ഉപയോഗിക്കാം അല്ലേ? ബ്ലാഡറിൽ മാത്രമല്ല, ഇതിന്റെ നേരെ GB അല്ല, അവിടെ ലൊക്കേഷൻ പോയിന്റും ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പൊ സുജോക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറിയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് SP19 അവിടെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അതേമാതിരി തന്നെ ടാൻ ബാലൻസിലും മറ്റുമൊക്കെ വരുന്നതിനകത്തൊക്കെ വന്നിട്ട് ക്രോസിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ മെത്തേഡ് ഉണ്ട്. ഞാൻ ഇതിപ്പോ എങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്നെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച പോലെ എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ചില സ്പെസിഫിക് ഇതിനെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വരുന്ന മറ്റുള്ള പോയിന്റുകളാണല്ലോ വരാറ്. 5 എലിമെന്റ് കമാൻഡിങ് പോയിന്റ് കൂടാതെ ഇങ്ങനത്തെ ചില പോയിന്റുകളിൽ വരാറുണ്ടല്ലോ. അപ്പൊ അത് കറക്റ്റ് പോയിന്റ് കൊടുക്കാൻ നമുക്കൊരു പേഷ്യൻസിന് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ സമയത്ത് നമുക്കതിന്റെ റിസൾട്ട് എടുക്കാൻ എത്രത്തോളം കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ചോദിച്ചത്. ഓക്കെ സാർ, ഞാൻ തമാശന് പറഞ്ഞാണ്. സാറ് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇവിടെ ഒരുപാട് പേർക്ക് ചോദിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് സംശയം വരാത്തതോ കൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. എന്താ വെച്ചാൽ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോണിന്റെ അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അനാട്ടമി അറിയുക വേണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ബോൺ ടച്ച് ചെയ്ത് നോക്കിയിട്ട് ആ മൂവ്മെന്റ്സിലേക്ക് പോകുമ്പോൾ ലൊക്കേഷൻ അറിയാം. നമ്മുടെ സ്റ്റെർണം ജോയിന്റിന്റെ അവിടെ വരുന്നതിനേക്കാളും ഗ്യാപ്പ് കൂടുതലായിരിക്കും വശങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് കക്ഷത്തിന്റെ അവിടെ ഏത് ബോൺ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് കുറച്ച് കയറിയിട്ട് വരുന്ന ബോണാണെങ്കിൽ മറ്റേ മൂന്നാമത്തെ ആയിരിക്കും, അല്ല രണ്ടാമത്തെ വാരിയല്ലായിരിക്കും. അതിന്റെ തൊട്ട് താഴെ മൂന്നാമത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ ഒരുപാട് ടച്ച് ചെയ്യാതെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി ഇതിന് ആൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെത്തേഡിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്തോളുക. മറ്റേ ഷോർട്ട് കട്ട്സ് സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞു തരാത്തതല്ല, എനിക്ക് അറിയത്തില്ല. നമ്മളിത് തൊട്ട് തന്നെ നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ ക്ലയന്റിനോട് ഈ ലൊക്കേഷൻ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു ക്ലയന്റിനോട് എന്ത് ചെയ്യുക, ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം, ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പൊ അവരെ കൊണ്ട് തന്നെ ഇവിടെ പ്രസ് ചെയ്യാൻ പറയാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഒരേപോലെ പ്രസ് ചെയ്യുമ്പോൾ പെയിൻ കൂടുതൽ വരുന്നത് എന്നുള്ളത് ക്ലയന്റിനോട് ചെയ്യിക്കാമല്ലോ. ചെയ്യാൻ പറ്റില്ലേ? ഹലോ ഹലോ, ആരുമില്ല? ഹലോ സർ, പറഞ്ഞോളൂ. ഓക്കെ, അതേമാതിരി തന്നെ ഓക്കെ
സ്റ്റൊമക്ക് മെറിഡിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മാമിലറി ലൈനിൽ നിപ്പിളുടെ ലൈനിലാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാൻ പറയാ, അവരോട് തന്നെ ചോദിക്കുക ഏത് ഭാഗത്താ കൂടുതൽ പെയിൻ എന്ന്. ചെയ്തൂടെ? അത് എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ നീഡിൽ ഇടാം. ആ പെയിൻ ഉള്ള ഭാഗത്ത് മാത്രം നീഡിൽ ചെയ്യാം. അതല്ല എങ്കിൽ മോക്സ കാണിക്കണമെങ്കിൽ മോക്സ കാണിക്കാം, സ്പീഡ് വെക്കണമെങ്കിൽ വെക്കാം. അപ്പൊ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു ഒരു ഉത്തരം പറഞ്ഞിട്ട്. ഓക്കെ, SP20. അല്ല സാർ, ഇതിലെ ഇതില്ലേ നമ്മുടെ മർമ്മ പോയിന്റുകൾ ഉണ്ടല്ലോ, ശരി? അതില് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നൂല് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളെ നൂല് കൊണ്ട് റൗണ്ട് ചെയ്തിട്ടും അതിനെ മടക്കിയിട്ടും ആയിട്ട് കിട്ടുന്ന കറക്റ്റ് പോയിന്റ് ലൊക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട് അതില്. അപ്പൊ നമുക്ക് അപ്പൊ അത് ആ മർമ്മത്തിന്റെ പോയിന്റുകൾ എടുക്കുമ്പോ കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തും. അതേമാതിരി ഇതിൽ നമുക്ക് എങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല. കാരണം മർമ്മം അറിയുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാല്, നോർമലി വന്നിട്ട് അവരുടെ ഏജിനനുസരിച്ചിട്ട് പ്രായമായിട്ടുള്ളവരൊക്കെ ആണെച്ചാൽ ഞാൻ തന്നെ പ്രസ് ചെയ്ത് നോക്കും. അതല്ലെങ്കിൽ അവരോട് അതിന് പകരമുള്ള പോയിന്റുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഇത് മാത്രമല്ലല്ലോ ഞാൻ ചെയ്യുന്നത്, ഈവൻ YNFA ചെയ്യും, സുജോക്ക് ചെയ്യും, ഓക്കെ, ഓറിക്ലാർ ചെയ്യും. അപ്പൊ അതിന് കമ്പൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഉപയോഗിക്കും. അത്രയോ റയർ കേസസിലാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ വരാറ്. പക്ഷെ റൺ 17 ഒക്കെ നമുക്ക് ഒരുപാട് പേർക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതേമാതിരി എളുപ്പമാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഉള്ളതൊക്കെ വന്നിട്ട് സ്റ്റമക്കിൽ ഉണ്ടാകുന്ന റൺ പോയിന്റ്സ് കുറെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇതൊന്നും ഞാൻ അത്ര റയറായി മറ്റേ SP പെരിക്കാർഡിയം 1 മറ്റുള്ളതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. അങ്ങനെ പെയിൻ വരികയാണെങ്കിൽ ഞാൻ അവരോട് തന്നെ അവിടെ മസാജ് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് പെയിൻ ആയിട്ടൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വന്ന ക്ലയന്റ്സിനോട് എല്ലാവരോടും മുല്ലപ്പൂ വന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിന് പുറത്ത് പോയാലോ പൂക്കടകളിൽ പോയാൽ കിട്ടും, 2 എണ്ണം വാങ്ങിയിട്ട്, 2 എണ്ണമായിട്ട് വാങ്ങാൻ പറ്റില്ല, ഞാൻ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വീട്ടിൽ പോകുന്ന വഴിക്കുണ്ടെങ്കിൽ അത് 2 എണ്ണം വലിച്ചിട്ട് ഓരോ ബ്രേസിയറിന്റെ ഉള്ളിലും ഇടാൻ പറയും. അതിന് നല്ല മാറ്റം വരാറുണ്ട്. അപ്പൊ ആ പോയിന്റ്സ് ഒന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ലേഡീസിനെ സംബന്ധിച്ച്. മുല്ലപ്പൂവിന്റെ എന്താ ഫംഗ്ഷൻ അതിൽ വരുന്നത്? എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. പണ്ട് എന്താ പറയാ, ഞാൻ കുറച്ച് തമിഴ്നാട്ടിലൊക്കെ ജനിച്ചു വളർന്ന് വന്നതാണ്. അപ്പൊ അവിടങ്ങളിൽ ഇങ്ങനെ ബ്രസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് അവര് മെയിൻ ആയിട്ട് ഈ മുല്ലപ്പൂ ബ്രേസിയറിൽ ഇടുന്നതാണ് അവരുടെ ഒരു ഇത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെയിൻ നല്ല ഒരു പുതിയൊരു നോളജ് ആണത്. അത് വളരെയേറെ എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ഏതെല്ലാം രീതിയിൽ വരുന്ന പെയിനിന്റെ ഫലം കിട്ടുന്നുണ്ട് സാർ? പെയിനിന് ക്യാൻസർ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. പല രീതിയുണ്ട്. ഇപ്പൊ ബ്രസ്റ്റ് ഉള്ളവർക്ക് വരാം, അതല്ലാത്തവർക്കും വന്നിട്ട് പലരും വരാറുണ്ട്. അങ്ങനെ ഡെലിവറി കഴിയാൻ മറ്റേ അതല്ലാതെ തന്നെ പല ആളുകൾക്കും ഓരോരോ ഭാഗങ്ങളിൽ പെയിൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും 3 ദിവസം ചെയ്തിട്ട് അടുത്ത സിറ്റിങ്ങിന് വരുമ്പോ പറയൂന്ന് പറയും. പക്ഷെ അവര് പറയുന്നില്ല സാർ മാറി എന്ന് പറയാറുണ്ട്. ആരും വന്നിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പേരെല്ലാം പുതിയൊരു അറിവാണ്. നല്ലൊരു നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, നാട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വിദേശത്തുള്ളവർക്ക് പിന്നെ മുല്ലപ്പൂ ആണെങ്കിൽ ഇതിനൊക്കെ സ്പ്രേ അടിക്കേണ്ടി വരും. അത് വർക്ക് എനിക്കറിയില്ല. അല്ല, അവിടെ മുല്ലപ്പൂ കിട്ടാനേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ. മനസ്സിലായി, സാറ് പറഞ്ഞ മനസ്സിലായി. പ്ലാസ്റ്റിക്കിന്റെ തന്നെ കിട്ടത്തുള്ളൂ. അതില് മേടിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് മറ്റേ പെർഫ്യൂം കിട്ടും. യാസ്മീൻ മേടിച്ചിട്ടേ യാസ്മീന്റെ സ്പ്രേ കിട്ടും. അതെ അതറിയാം. ജസ്റ്റ് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള റിസൾട്ട് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവർ പറയുമ്പോഴും. ഇതേ ഒരു എഫക്ട് ക്യാബേജ് ലീഫ് വെച്ച് പറയാറുണ്ട് സാർ. അതെ, ക്യാബേജ് വെച്ചാലോ? ക്യാബേജ് ലീഫ് വെച്ചിട്ട് പറയാറുണ്ട്. അത് അതുപോലെ തന്നെ നമ്മളുടെ പാരന്റ്സ് ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതേ ഒരു മെത്തേഡ് തന്നെ ക്യാബേജ് ലീഫ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് ക്യാബേജ് അവിടെ കിട്ടുന്നതാണല്ലോ. അതെ അത് ഇഷ്ടംപോലെ കിട്ടും അവിടെ. കാബേജ് ലീഫാണ് പറഞ്ഞത്, കാബേജ് അല്ലല്ലോ അല്ലേ? കാബേജ്, അതായത് കാബേജിന്റെ ഒരു ഇതളുകളാണ് ഉദ്ദേശിച്ചത്, ലീഫ് ഉദ്ദേശിച്ചത്. ഓക്കെ. അല്ല, കാബേജ് ലീഫ് വേറെയാണ്, കാബേജ് വേറെയാണ്. കാബേജ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലീഫ്
ലീഫിന്റെ ആവശ്യം വരില്ലല്ലോ അല്ലേ? അതായത് കാബേജിന്റെ ഒരു തോടുകളെയാണ് ഉദ്ദേശിക്കുന്നത്, ലീഫല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ കാബേജ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരെണ്ണം ഷെയർ ചെയ്യാം. ആക്ച്വലി കാബേജിന്റെ ലീഫ് ഉണ്ടല്ലോ, അത് കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നത് ബ്ലഡിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കാബേജിന്റെ ലീഫ്. ഓക്കെ സാർ എങ്ങനെ അത് ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനാണോ അതോ ബ്ലഡ് ശുദ്ധിയാക്കാനാണോ? ബ്ലഡ് ശുദ്ധീകരിക്കാനും ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. അതിനേക്കാൾ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കറുത്ത എള്ളിനാണ്. കറുത്ത എള്ള് ഉണ്ട്. ഓക്കെ, കറുത്ത എള്ള്, അതുമാതിരി തന്നെ കറുത്ത ഉഴുന്ന്, കറുത്ത ചെറുപയർ. ഓ കറുത്ത എള്ളിൽ എന്ത് ചേർക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കറുത്ത എള്ള് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചുവന്ന അടച്ചു വെച്ചിട്ട് കുടിക്കാൻ പാകത്തിലാവുമ്പോ എടുത്ത് കുടിക്കാനാണ് പറഞ്ഞത്. നല്ല അനിൽ വൈദിക സാറിന്റെ ഒരു നോട്ട്സിൽ ഉണ്ടായിരുന്നു അത്. അതെ, ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ട് കിട്ടാറുണ്ട്. അതേമാതിരി തന്നെയാണ് കാബേജിന്റെ ലീഫും നല്ലതാണ്. അതേമാതിരി തന്നെ കാബേജ് നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ബോഡി പെയിൻ കുറയാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ എല്ലാവർക്കും ഉണ്ടാക്കില്ല, ഇഷ്യൂസ് ഉള്ള ആളുകളിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് അൾസറൈസേഷൻ ഉണ്ടെങ്കിൽ വെറും വയറ്റിൽ കാബേജിന്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത്തിരി സ്മെല്ല് അതിന്റെ ഭയങ്കര രൂക്ഷഗന്ധമാണ്, അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷെ അൾസറൈസേഷൻ അൾസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയറിലെ എരിച്ചിലൊക്കെ ഇതുപോലെ തന്നെ ഈ കാബേജിന്റെ ഈ തോടുകൾ ഉപയോഗിച്ചിട്ട് മുട്ടില് വെച്ച് കെട്ടിക്കഴിഞ്ഞാലും പെയിൻ കുറയുന്നത് ഇത് കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ല. കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന പെയിനില് അതുപോലെ തന്നെ വെച്ച് കെട്ടല്. മുറിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചതച്ച് നീരൊറ്റിച്ചാൽ മുറിവുണങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കാബേജ്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ അൾസർ ഉള്ളവർക്ക് ഈ കാബേജിന്റെ ജ്യൂസ് നല്ലതാണ്. ഇത് വേവിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ വേദനാ സംഹാരിയായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സാധാരണ സാൻഡ്വിച്ചില് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇറച്ചി കുറച്ചിട്ട് ഇത് കൂട്ടിയിടുക സാധനം ചെയ്യാൻ. അങ്ങനെ കഴിക്കുന്നതിന്റെ എനിക്ക് ഗുണം അറിയില്ല. ഞാൻ അല്ല, ഇവിടെ ഷവർമയിലും ഇതിലൊക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതില് ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി കുറച്ചും കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടുതൽ ഇട്ടിട്ട് അവനെ കഴിക്കുമ്പോ ടേസ്റ്റ് ആണ് പച്ചക്ക് കഴിക്കുമ്പോ. പക്ഷെ അത് വില കുറഞ്ഞ സാധനമാണല്ലോ. അതെ അതെ, പക്ഷെ ശരീരത്തിന് വളരെയേറെ ഗുണമുള്ള സാധനമാണ് കാബേജ്. അതേമാതിരി ക്യാപ്സിക്കമും ശരിക്കും പറഞ്ഞാൽ ഒരു വേദനാ സംഹാരിയാണ്. പണ്ട് ഇപ്പോഴും ഉണ്ട്, പലർക്കും വേദനയ്ക്ക് ഒരു മറ്റേ ഡോട്ട് 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 ഉള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട് നിറയെ പേര്. ആക്ച്വലി ഇത് ആദ്യം ഇൻവെന്റ് ചെയ്തത് ഹോമിയോക്കാരാണ്. എന്നിട്ട് ഇപ്പൊ മോഡേൺ മെഡിസിൻകാരും ഒക്കെ അത് വരുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും. ആദ്യം ഈ ഹോമിയോപതിക്കാര് ഇതിന്റെ മറ്റേ എസൻസ് എടുത്തത് ക്യാപ്സിക്കം എന്നാണ്. വേദന സംഹാരിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ക്യാപ്സിക്കം. അപ്പോൾ കാബേജ് വേവിച്ചാൽ അത് വേദന സംഹാരിയാണ്. വേവിക്കാതെയാണെങ്കിൽ മറ്റേ എന്താ പറയാ മുറിവുകൾ ഉണക്കാനുള്ള ഒരു മെഡിസിനും കൂടെയാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ സമയം കഴിയാറായില്ലേ? ഇപ്പൊ കഴിയോ നോക്കാം. ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ് ഇൻ ദ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് 6 ട്യൂൺ ഫ്രം ദ ആന്റീരിയർ മിഡ് ലൈൻ ഓഫ് ദ ബോഡി. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യകൾക്ക് ഇടയിലുള്ള സെൻട്രൽ നിന്നും 6 ട്യൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ് SP20 എന്ന് പറയുന്നത്. ചുമയ്ക്ക് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, അത് ഗ്യാസിന്റെ ആണെങ്കിലും ശരി, എന്ത് തന്നെ ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഭാരക്കൂടുതൽ, വിമ്മിഷ്ടം, എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. P6 ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റും കൂടിയാണ് SP20. റെഗുലേറ്റ്സ് ആൻഡ് ഡിസെൻസ് ചി. ഓക്കെ, ഡീപ്പ് ഇൻസർട്ടേഷൻ ലങ്ങിന്റെ ഒക്കെ ഏരിയ ആയിട്ട് വരുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. അതൊക്കെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകണം. SP19 നിന്ന് ബോൺ മേലേക്ക് വരുമ്പോൾ ഒരു ബോൺ ഉണ്ടാവും. ആ ബോൺ കഴിഞ്ഞിട്ടുള്ള സ്പേസ് നിങ്ങൾ ഒരു 1-2 ക്ലയന്റിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഇതൊക്കെ. ഓക്കെ, SP21 എന്ന് പറയുന്ന പോയിന്റ് ആണ്. മൊത്തം സ്പ്ലീനിൽ എത്ര പോയിന്റാ ഉള്ളത്? 21. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ് ഓൺ ദ മിഡ് ആക്സിലറി ലൈൻ ഇൻ ദ 6th ഇന്റർകോസ്റ്റൽ സ്പേസ്. അതായത്
SP21 വന്നിട്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെയും ഭാര്യകൾക്കിടെ വന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, മേജർ ലൂ കണക്ടിങ് പോയിന്റ് ഓഫ് ദ സ്പ്ലീൻ മെറീഡിയൻ, അതായത് മറ്റേ സ്പ്ലീനിന് മാത്രം കണക്ടിങ് പോയിന്റ് ആണ്, അതിൽ മേജർ ലൂ കണക്ടിങ് പോയിന്റ് എന്ന് പറയും. എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പോയിന്റിന്. ഓക്കെ, ജനറൽ സാർ ഈ ആയിട്ട് പോയിന്റിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സാറ്? ഈ പോയിന്റ് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് ലൂ കണക്ടിങ് പോയിന്റ് ആണ്. സ്പ്ലീനിന് മാത്രം സ്പ്ലീനില് 2 ലൂ കണക്ടിങ് പോയിന്റ് ഉണ്ട്. അതിലല്ല ഈ 21 എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേറെ ഉണ്ടോ? ഉണ്ട്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതേമാതിരി തന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ ലിവർ ആൻഡ് സ്പ്ലീനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇഷ്യൂസിന് എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ ഓക്കെ. അല്ല, സഭാസാറിന്റെ ക്ലാസ്സിലെ സഭാസാറിന്റെ മറ്റേ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതില് ഈ 21 പറ്റിയിട്ട് പറയുന്ന വെച്ചാല് ഇതില്ലേ മറ്റേ കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്ന രോഗികൾക്ക് ഈ പോയിന്റിൽ പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ നെയില് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് രോഗം ഒരു അത്ര അത്യാഹിത ഘട്ടങ്ങളാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഈ പോയിന്റിന് ഉണ്ടെന്ന് പറഞ്ഞു തന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. മേ ബി അത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാല് മേ ബി അത് ലിവർ ആൻഡ് സ്പ്ലീന് കണക്റ്റഡ് ആണ്. നമ്മൾ ശരിക്കും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ, ശരീരത്തിന് വിശകലനം ചെയ്ത് നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ ഹയർ എൻഡിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ ആയിരിക്കും. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങളുടെ നെർവ് സിസ്റ്റത്തിനായിക്കോട്ടെ, പിന്നെ ആട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം അതും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയി. നെർവ് സിസ്റ്റം മറ്റേ എന്താ പറയാ മറ്റേ ഒട്ടുമിക്ക അസുഖങ്ങളും നെർവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ റിമൂവൽ ആയിക്കോട്ടെ, നമ്മുടെ ജീവൻ നിലനിൽപ്പിനുള്ള എല്ലാ ഫങ്ഷനാലിറ്റിയും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സാധനം ലിവറാണ്. അപ്പോൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ 2 പോയിന്റ് വന്നിട്ട് ഇത് നിങ്ങൾ മറ്റേ അനാട്ടമിക്കലി എടുത്തു കഴിഞ്ഞാൽ ഇത് ലിവറിന്റെ തന്നെ ലോക്കൽ പോയിന്റ് ആയിട്ടാണ് വരുന്നത്, അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ലിവറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്, സ്പ്ലീനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. റൈറ്റിൽ ലിവറാണ്, ലെഫ്റ്റിൽ സ്പ്ലീനാണ്. പക്ഷെ ലെഫ്റ്റിലാണ് കൂടുതൽ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി എന്താ വെച്ച് കഴിഞ്ഞാല് ഇഷ്യൂസ് ഉള്ള ഓർഗണ് ഏരിയനേക്കാൾ കൂടുതൽ മറ്റേ ഭാഗം നല്ലതാണെന്ന് പറയുന്ന സമയത്ത് ഇറ്റ് മേ ബി ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ ലിവർ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞത് പുതിയൊരു അറിവാണ്. അപ്പോൾ താങ്ക് യു ഫോർ ഓക്കെ. അത് സാറ് പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ ഏറ്റവും ഉത്തമമായ ഒരു പോയിന്റിനെ പറ്റി പറഞ്ഞതിൽ SP21 എന്ന് പറഞ്ഞത് നമ്മള് അന്ന് പറഞ്ഞത്, ഒരാള് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്ന ഒരു പേഷ്യൻസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഇതിനെ പറഞ്ഞല്ലേ? താങ്ക് യു. കാരണം സ്പ്ലീൻ 2 ലൂ കണക്റ്റിംഗ് പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത ബ്ലഡുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നാക്കി എടുക്കുന്ന മാത്രമല്ല ഈ ടിഷ്യൂകളെ പോലും അതെ. സാറ് പറഞ്ഞ പോലെ മറ്റൊന്നും കൂടി ഉണ്ട്, മറ്റേ ലിവറിന്റെ ലോക്കൽ ഏരിയയും കൂടിയാണ് അതില്. അതേമാതിരി ഞാൻ കാലിൽ മസാജ് ചെയ്യുന്ന സമയത്ത് പോലും ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ ലെഫ്റ്റ് ലെഗാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറയുക. അപ്പോ ലെഫ്റ്റിലെ കറക്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ടല്ലേ? അതല്ല, അത് ലിവറിന് എപ്പോഴും എഫക്റ്റഡ് സൈഡിൽ ലോഡ് കൊടുക്കരുത് എന്നാ പറയാം. അപ്പൊ നിങ്ങൾ ലെഫ്റ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഡയറക്റ്റ്ലി ലിവർ. അതെ, ഫെയർ അല്ല അത്. മറ്റേ മെറിഡിയൻ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. ഇഷ്യൂസ് ഉള്ളതിനെ ഭാഗത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലാണ്, ആരോഗ്യമുള്ള ഭാഗത്ത്. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ആ ഭാഗത്തിന് ഉപയോഗിക്കുന്നത് മാത്രം. എപ്പോഴും ഡിസ്റ്റലിൽ നിന്ന് തുടങ്ങാനാണ് പറയുന്നത്, അതും ഓപ്പോസിറ്റ് ചാനലിനാണ്, ഓപ്പോസിറ്റ് ഏരിയയിലാണ്. വേറെ ചില സിസ്റ്റത്തിൽ പോകുമ്പോൾ സെയിം മെറിഡിയൻ എന്ന് പറയും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വേണ്ട, ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു മറ്റേ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്താലും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, നമുക്കത് ട്രയൽ ചെയ്യാമല്ലോ സാറേ.
ഒരു ഐഡിയ പേഷ്യന്റ് വരുമ്പോൾ നമ്മള് 5 6 7 സിറ്റിംഗ് വരുമ്പോ ഒരു സിറ്റിംഗിൽ അവർ മാറ്റില്ലെങ്കിൽ അടുത്ത സിറ്റിംഗിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ. അതെ, അതിനാണ് നമ്മൾ ഒരു നോട്ട് ഉണ്ടാക്കി ആ ക്ലയന്റ് പോയാലും നമ്മൾ ഒരു 10 മിനിറ്റ് ആ ക്ലയന്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആ നോട്ട്സ് നമ്മൾ റിമാർക്സിൽ ഇട്ട് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഈ ഫീൽഡിൽ. അതെ അതെ. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ലിംസിന്റെ വീക്ക്നെസ്സിനും വേദനകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. ആസ്മയ്ക്ക് നല്ലതാണ്. ചെസ്റ്റ് റീജിയൻ അതേമാതിരി തന്നെ അബ്ഡമൻ അല്ലെ അപ്പർ ഏരിയയിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. ഫങ്ഷൻസ് നോക്കൂ, മൂവ്സ് ബ്ലഡ്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ബ്ലഡും റെഗുലേറ്റ് ആവും. ബെനിഫിറ്റ്സ് സ്നൂസ്, അതായത് ടെൻഡൻസും ജോയിന്റ്സിനും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SP21 വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മേജർ ലൂ പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലൂ പോയിന്റിന് വളരെയേറെ പ്രാധാന്യമാണ്. ഓക്കെ, സാറോട് ഡൗട്ട് വന്നതേ, ഇങ്ങനെ ഇപ്പോ പറഞ്ഞല്ലോ സാർ, ഓർഗാന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പോ ചില നീഡിൽ പറയുമ്പോഴേ, ഇതില് സാറ് പറഞ്ഞതല്ല, വേറെ സാറുമാര് പറയുമ്പോ ബോത്ത് സൈഡ് എന്ന് പറയുമ്പോ ഇപ്പൊ 2 ഭാഗത്തും നീഡിൽ ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്? മനസ്സിലായില്ല എങ്ങനെ എങ്ങനെ? ഇപ്പൊ LI11 ബോത്ത് സൈഡ് ചെയ്തോ, SP9 ബോത്ത് സൈഡ് ചെയ്തോ എന്ന് പറയാറുണ്ട്, 2 അതെ, സൈഡിലും ചെയ്തോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആ ഓർഗൻ 2 സൈഡിലല്ലേ ഇപ്പൊ നീഡിലിംഗ് ചെയ്യുന്നത്?